ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാഹ് ഞാൻ വർത്തന്നുണ്ട് കേട്ടോ. വീട് കണ്ടൊക്കെ അന്തപ്പെട്ടിക്കൂല്ലേ. പിന്നെ എന്തായി പാത്തൂന് പറഞ്ഞുകൊണ്ട് പിന്നെന്താ എണ്ണി ലേഹി ഉണ്ടാക്കണ തിരക്കായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം കാക്കു ഇതാണ് ഉണ്ടാക്കി കേട്ടോ. ഞാൻ അതിന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി കൊടുത്തു. അളവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നലെ ലേഹ ഉണ്ടാക്കുന്ന ദിവസം ഇനി ലേഹ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പോവാനാണ് കംപ്ലീറ്റ് സാധനങ്ങൾ കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. കാക്കു പാക്കിങ് ചെയ്യാണ്, ഞാൻ എഴുതുവാണ് കേട്ടോ. അപ്പൊ നട്സിന്റെ ലേഹ ആവശ്യമുള്ളവരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. നോൽമ്പൊക്കെ ആയിട്ട് നമ്മൾ ക്ഷീണിച്ച് തളർന്നിക്കും. ഈ അസ്ഥിർക്കം വെള്ളപ്പൊക്കൊക്കെ നന്നായിട്ട് കൂടിക്കൂലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടില്ലാണ് നമ്മളെ നട്സിന്റെ ലേഹ. നല്ല ടേസ്റ്റി ആയിരിക്കും. പ്രസവിച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് പാലുണ്ടാവും, തടി വെക്കും. നമ്മള് ലേഹം തിന്നിട്ടല്ല തടി എന്നാണ്. ലേഹം തിന്നുമ്പോ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നന്നായിട്ട് ഫുഡ് കൊടുത്താൽ മതി. കെട്ടിച്ചാ നിൽക്കണോലൊക്കെ അങ്ങോട്ട് വിളിച്ചോളി കേട്ടോ. എന്താ വെച്ചാൽ ഈ നോൽമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോ കല്യാണം കാര്യങ്ങളൊക്കെ ആയാലും മാക്സിമം 3 ബോട്ടിലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. ഒരു ബോട്ടിൽ എല്ലാ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വാങ്ങാലോ അല്ലെ. ബ്ലഡ് കൗണ്ട് കൂടാന്, തടി വെക്കാന്, വിശപ്പില്ലായ്മക്ക്, PCOD, അതേപോലെ നമ്മളെ വെള്ളപ്പോക്ക്, ഇതിനൊക്കെ എല്ലാം നമ്മളെ നട്സിന്റെ ലേഹ്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കഴിക്കാട്ടോ. ആണുങ്ങളും തടി ഇല്ലാത്തവരുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വിളിച്ചോളി. വിളിച്ചാൽ ചിലപ്പോ കിട്ടൂല. ഒരു കഴിച്ചോളൂ, 1.5 കഴിച്ചോളൂ. പൊന്നാർ മക്കളെ ഇവിടുത്തെ പാടെ പൊട്ടിക്കുകയാണല്ലോ. അപ്പൊ ഞാനിവിടെ കൂടെ സൂചിയൊക്കെ കുത്തി കയറ്റിക്കാണ് ഇഞ്ചക്ഷൻ വെക്കണല്ലോ. അപ്പൊ വൈദ്യരുടെ അടുത്തേക്ക് പറഞ്ഞതാട്ടോ. മേടിച്ചിട്ട് ഭയങ്കര റെസ്റ്റിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൈ കേട്ടോ, കൈ ഇവിടെ വരെ ഇതിട്ടിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ അതിന്റെ അടിയിൽ അതിന്റെ കൂടി വരെ മുടി കൊഴിച്ചില്, താരന്, മൈഗ്രീന്റെ തലവേദന. നല്ല അടിപൊളി ഓയിലാണ് നമ്മളെ ഹെയർ ഓയിൽ. ഇപ്പൊ ഇങ്ങനെ നല്ല മൂവിങ് ആണ്. ഒരുപാട് ആളുകൾ പിന്നെ വാങ്ങണാണ് നമ്മളെ ഹെയർ ഓയിൽ കേട്ടോ. ചെറിയ 2 വയസ്സായ കുട്ടികൾ മുതൽച്ച് ഉപയോഗിച്ച് വരുന്നതാണ് നമ്മളെ ഹെയർ ഓയിൽ. എങ്ങനെ ഉപയോഗ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പ്രാവശ്യം പോസ്റ്റ് അർജന്റ് ഉള്ളവർക്ക് മാത്രമേ വിട്ടു കൊടുക്കുള്ളൂ കേട്ടോ. ഒന്നാമത് ഇതിന്റെ കൈ കൊണ്ട് പോവാൻ വയ്യായിട്ടോ. കാക്കു മാത്രം പോയ പോലെ ഞാനും പോണം ബാക്കിൽ സാധനം കൊണ്ട്. കാക്കൂന് ഒറ്റക്ക് മാറ്റി കൊണ്ടാൻ കഴിയില്ലല്ലോ ബൈക്കുമ്മില്. പിന്നെ റിതുവിന് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വാണ്ടോല് നട്സിലേഹം വിളിച്ചോളി. തടി നന്നാവാന് ഉദ്ദേശിക്കണോരൊക്കെ പെട്ടെന്ന് കൊണ്ട് വിളിച്ചോളി. നല്ല റിസൾട്ടാണ്, നല്ല റിവ്യൂ കെട്ടിക്കൊടുക്കണാണ് നമ്മളെ നട്സിന്റെ ഈ ചുമ ലേഹ്യ കേട്ടോ. വാണ്ടോല് പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളി. ഇത് ഫുള്ളൊന്ന് പോവാനാട്ടോ. ഇങ്ങോട്ട് കാണിച്ചാൽ ഇത് അതൊക്കെ ഒന്ന് പോവാനാണ്. ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് സാധനം പോവാനാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. വാണ്ടിയോല് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. നമ്മളിവിടെ ഉണ്ടാക്കി വെക്കലില്ല, ഉണ്ടാക്കുക, ഷിപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും.